കഥ ഉറ ചെയ്യാം എന്നുടെ ഗുരുവരനരുളിയ പോ. ഹായ് പ്രിയപ്പെട്ടവരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ കോതോട്ടുപാറ എന്നൊരു പ്രദേശത്താണ്. ഇവിടെ വരാനുള്ള കാരണം ആർട്ടിസ്റ്റ് സതീഷ് ഏട്ടനെ കാണുവാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സതീഷ് ഏട്ടാ, ഇത് ഓട്ടം തുടങ്ങുന്ന കലാരൂപമല്ലേ നിങ്ങളിപ്പോൾ ഈ ചുമരിലെടുത്തത്? ഇത് ഏത് ടൈമിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത് നിങ്ങളെ ചുമരിൽ ചെയ്യണമെന്ന്? ഇത് കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ. അന്നേരം വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നിയാ. ഇതിപ്പോൾ മാളെ 3 പ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എ ഗ്രേഡ് കിട്ടിയൊരു ഇതാണ് ഓട്ടംതുള്ളൽ, കഥകളി, ഇത് 3 സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ഫോട്ടോസ് ഉണ്ട് ഇവിടെ. ഫോട്ടോ കഥകളിയും ഓട്ടംതുള്ളലും നങ്ങ്യാർകൂത്തും നമ്മൾ വീട്ടിലൂടെ ചുമന്ന് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. അങ്ങനെ ആദ്യം ഇതിൻ്റെ തല മാത്രം തുടങ്ങി. അതെ അല്ലേ? തല ചെയ്തപ്പോൾ പിന്നെ ഫുള്ള് ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ ഫുള്ള് ചെയ്തു. സിമെന്റിൽ ചെയ്ത് സാധാ ശില്പം ചെയ്യുമ്പോൾ തന്നെ അതെ അല്ലേ? സിമെന്റും മാത്രമേ ചെയ്താണ്. കഥകളിക്ക് ഒരു പ്രത്യേകത. ഓട്ടംതുള്ളലും കഥകളി, നങ്ങ്യാർകൂത്ത് ഒരു പ്രത്യേകതയുണ്ട്. പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. സ്റ്റേറ്റ് ലെവലിലൊക്കെ ആരും എത്താറില്ല. എന്നാലും നമ്മളൊരു കഴിവുകൊണ്ട് പഠിക്കാനുള്ള കഴിവ് കൊണ്ടും പഠിപ്പിച്ച മാഷടക്കം പറഞ്ഞു 8 ദിവസം കൊണ്ട് പഠിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക താല്പര്യത്തിൽ ഇത് പഠിക്കാനും താല്പര്യം നമുക്ക് അങ്ങനെ പഠിച്ചുകൊണ്ടാണ് ഇതുണ്ടായി. ഇത് 3 ക്ഷേത്ര കലയിൽപ്പെട്ട സംഭവങ്ങളാണ്. നമ്മളെ ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിരകളും വേറെ സെക്ഷനാണ്. അതെ അതെ. ഇത് 3 ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ ചെയ്തതാണ്. ഇത് ശരിക്കും എത്ര നാളെടുത്തു സതീഷ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി? കൊറോണ തുടങ്ങിയപ്പോൾ അന്ന് വെറുതെ ഞാൻ പറഞ്ഞില്ല, വെറുതെ തുടങ്ങിയാണ്. അതെ അതെ. അന്നേരം ഒരു കുറച്ച് 4 ആഴ്ചയോളം ഈ തല ചെയ്യാൻ പറ്റും. അതെ അല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല, കുറച്ച് ചെയ്ത് സിമെന്റ് വർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റും. അതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ നമ്മളിങ്ങനെ ഫിനിഷും കുട്ടിയെല്ലാം ഇട്ടിട്ട് ശരിയാണ് പെയിന്റ് ചെയ്തിരുന്നു. ഏത് പെയിന്റാ ഉപയോഗിച്ചത്? സാധാ പെയിന്റ് പെയിന്റ് ഉപയോഗിച്ചത് അല്ലേ? സതീഷേട്ടനപ്പോൾ ഈ ഡ്രോയിങ് വെളിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു? വെളിയിൽ നിന്ന് ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്. അതെ അല്ലേ? നമ്മൾ എക്സാം ആണില്ല, ശ്യാമ സ്കൂൾ ഓഫ് ആർട്സ് മേലേശ്വരം. അതെ. സ്കൂൾ ഓഫ് ആർട്സ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആദ്യത്തെ സ്കൂൾ ഓഫ് ആർട്സ് ആണ് ശ്യാമ സ്കൂൾ ഓഫ് ആർട്സ്. അന്ന് ഞങ്ങൾ ഒരു ബാച്ച് പഠിച്ചിറങ്ങി. അവരിലിപ്പോൾ നല്ല ബന്ധമുണ്ട്, മാഷായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ട്, പക്ഷേ ശരിക്കും പഠിക്കാനും വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളൂ. അന്ന് ഒരുപാട് ആൾക്കുണ്ടായിരുന്നു. ഒരു പ്രത്യേക പരിപാടിയും കാര്യങ്ങളെല്ലാം ആർട്സ് ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെയ്യുന്നു. ഇതാണ് സതീഷേട്ടാ 2016 ഓട്ടംതുള്ളൽ? 2014 ആ ടൈമിലാണ് മത്സരിച്ചത്. അപ്പോൾ ഈ ഒരു കലാരൂപമാണ് സതീഷേട്ടൻ ചുമരിലേക്ക് ചെയ്ത് വെച്ചത് അല്ലേ? സതീഷേട്ടൻ ഇപ്പോൾ ഈ ഒരു കലാരൂപം വീട്ടിൽ തീർത്തു. അപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ വെളിയിൽ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അമ്പലത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ അല്ലേ? എൻ്റെ മുഖപ്പാളി എന്ന് പറയും, കിംപുരുഷൻ എന്ന് പറയും. യഥാർത്ഥ പേര് കിംപുരുഷൻ എന്നാണ്. പിന്നെ അതിന് മുഖപ്പാളി ചില സ്ഥലത്ത് പറഞ്ഞു. അതിൽ ഒരുപാട് ശില്പങ്ങൾ വരുന്നുണ്ട്. അതെ അല്ലേ? അതെല്ലാം സിമെന്റിൽ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ പണിയൊക്കെ ഓർഡർ അനുസരിച്ച് പോയി ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ടല്ലേ? പെയിൻറ്റിങ് എല്ലാ ആർട്ടിസ്റ്റുമാർക്കും ചെയ്യാൻ പറ്റുന്നല്ലോ അമ്പലത്തിൻ്റെ പെയിൻറ്റിങ്. അതെ. മുഖത്തിൻ്റെ പെയിൻറ്റിങ് ചെയ്യാൻ ഒരുപാട് പണ്ട് തെയ്യത്തിൻ്റെ ശില്പങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൽ. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ തെയ്യത്തിൻ്റെ മുഖത്തെടുത്ത് പിടിക്കണം. ശരിയാണ്. സാധാരണ പെയിൻറ്റർക്ക് പോയി പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. തെയ്യത്തിൻ്റെ മുഖത്തെടുത്ത് ശരിക്കും അറിഞ്ഞിരിക്കണം. അതെ.
ഇപ്പോൾ സതീഷേട്ടൻ ഇപ്പോൾ കഥകളിയുടെ എന്തോ ചെയ്തെന്ന് കേട്ടു ഞാൻ. കഥകളി ഇപ്പോൾ ചെയ്യുന്നുണ്ട്, വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് കണ്ടാലോ? അത് ഏതൊരു എവിടെ ചെയ്യുന്നില്ല? പുറത്താണ് ചെയ്യുന്നില്ല. ഇപ്പോൾ അടുത്ത കഥകളി ചെയ്യാൻ പോകുന്ന ഇതാണ്. കഥകളിയുടെ ഇത് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ട്. കമ്പിയിലിട്ട് കുറച്ച് കെട്ടിയെടുക്കണം. നീണ്ട ഇതും പുഴയിലും കെട്ടിയെടുക്കാൻ കുറച്ച് കമ്പിയിൽ തന്നെ. അതെല്ലേ? സാധാരണ വാർക്കപ്പണിക്കാർ ചെയ്യുന്ന പോലെ തന്നെ നെറ്റ് കെട്ടിയിട്ട് റെഡിയാക്കി എടുക്കും. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ സിറ്റ് ഔട്ട് ചെയ്യുന്നതല്ലേ? സിറ്റ് ഔട്ടിൽ കഥകളിയുടെ ഒരു ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര മാസം കൊണ്ട് ഫിനിഷ് ചെയ്യും നിങ്ങൾ? ഇതിപ്പോ ഒരു മാസം ഉണ്ടാവും. ഒരു മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യും അല്ലേ? തുടർച്ചയായി വർക്ക് ചെയ്യാൻ പെട്ടെന്നാണ്. പക്ഷെ നമുക്ക് സമയം കിട്ടുമ്പോൾ മൂഡ് കിട്ടുമ്പോൾ ചെയ്യുന്ന പണിയാണ്. കുറച്ച് ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്താണ് കുറച്ച് ചെയ്ത് പിന്നെ ഇപ്പോൾ ഗാർഡനിലൊക്കെ കുറച്ച് വർക്ക് ചെയ്ത് അതും കൂടെ നമുക്കൊന്ന് കണ്ടാലോ? ഗാർഡനിൽ ഇരിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടല്ലേ? ചായ അടിക്കാനിരിക്കാൻ വേണ്ടി രീതിയിൽ ഇങ്ങനെ സിമെന്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരുന്നു. അതല്ലേ? അത് നമുക്ക് കാണാം അല്ലേ? ഓക്കെ. ഇതൊക്കെയാണല്ലേ സതീഷേട്ടൻ നിങ്ങൾ ചെയ്ത് വെച്ച ഗാർഡനിൽ? ഇതെന്താണ് ശരിക്കും? ഇതൊരു മരത്തിന്റെ കുറ്റി. ഇരിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ കുറ്റി എന്ന രീതിയിൽ. ഇതൊക്കെ സിമെന്റ്. വാഴയില പോലെ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ സതീഷേട്ടാ. ഇതിന്റെ അടിയിൽ ഇപ്പോൾ ഇത് നമ്മൾ ഇത് മരമാണോ ഈ കാണുന്നത്? അല്ല, ഇത് സിമെന്റ്. ശരിക്കും അതിന്റെ ഒറിജിനാലിറ്റി മരം പോലെ തന്നെ. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നാളെടുത്തു സതീഷേട്ടാ ശരിക്കും? ഇത് ഒരു 2-3 ആഴ്ചകളിൽ കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതല്ലേ? അതിന് കുറച്ച് ടൈം എടുത്തു. അതല്ലേ? ഈ വാഴയിലേക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏത് നോർമൽ പെയിന്റ്? ഏത് പെയിന്റ് ഉപയോഗിച്ചത്? നോർമൽ പെയിന്റ് ഉപയോഗിച്ചത്. ക്ലിയർ അടിക്കും. ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ അതല്ലേ? അതും ഒരു മരം പോലെ ചെയ്തതാണ്. ഇത് സതീഷ് ചേട്ടൻ കൊറോണ കാലത്ത് ചെയ്തു വെച്ച ഒരു പോസ്റ്റർ രചനയാണ്. നമുക്ക് സതീഷ് ചേട്ടൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം. സതീഷ് ചേട്ടാ, ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല ഇതുവരെ. ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ഷേത്രകലകളിലും 3ലും ഓട്ടുന്നുള്ളിലും നെങ്ങരക്കത്തെ കഥകളി 3ലും 5 തവണ സ്റ്റേറ്റിലേക്ക് എത്തിയ സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടുക. 5 തവണ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കോഴ്സൊക്കെ പോകുമ്പോഴത്തേക്ക് BDS കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ആ ഒരു സന്തോഷത്തിലാങ്ങിയപ്പോൾ എല്ലാവരും. അതെ അല്ലേ? എന്ത് പറയുന്നു? സന്തോഷം. റിസൾട്ട് വന്നിട്ട് 10 ദിവസമായിട്ട് 4 ദിവസം. അതെ അല്ലേ? അപ്പോൾ ചേച്ചി എന്ത് ചെയ്യുന്നുണ്ട്? ഞാനൊന്നും ചെയ്യുന്നില്ല. ഹൗസ് വൈഫാണല്ലേ? ഒരു ശില്പിക്ക് പുറമെ സതീഷ് ചേട്ടൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊഴിലായിട്ട് ചെയ്യുന്ന റിപ്പയറിംഗ് ആണ്. AC, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, മിക്സി, നല്ല റിപ്പയറിംഗ്. അതല്ലേ? സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉണ്ടോ? ഷോപ്പുണ്ട്. അതല്ലേ? എത്ര വർഷമായി ഇപ്പോൾ ഇത്? ശരിക്കും പറഞ്ഞാൽ ഒരു 10-30 വർഷത്തിൻ്റെ അടുത്തായി. ഇപ്പോൾ കുറച്ച് കാലം ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നില്ല. ഈ റിപ്പയറിംഗ് ആയിട്ട് പോകുന്നല്ലേ? അപ്പോൾ നമ്മൾ സതീഷ് ചേട്ടൻ്റെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും ഫാമിലിയിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചാനലിന് വേണ്ടി ഇത്രയും ടൈം ചെലവിട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.